അങ്ങനെ ബാലൻ കണ്ടു. ഇന്ന് PXL പോയ കണ്ടത്. സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.85:1 ആണ് സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ. അതായത് ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ്. അപ്പോൾ സാധാരണ ഒരു ഒരു വൈറ്റ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ട് സൈഡ് പോലെ ബ്ലാക്ക് ബാസ് ഉണ്ട്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ട ഓർമ്മയില്ല, ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ പടം ഇരിക്കും, ബാക്കി രണ്ട് സൈഡിൽ ബ്ലാക്ക് ബാസ് ആയിരിക്കും. കാരണം അതൊരു വൈറ്റ് സ്ക്രീൻ, ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീൻ ആയതുകൊണ്ടാണ് ആ രണ്ട് സൈഡിലും ഇങ്ങനെ ബ്ലാക്ക് ബാർ തന്നെ. അല്ലാതെ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഞാൻ കണ്ടത് PXL ആണ്. ഈ സിനിമ എന്തുകൊണ്ടും PXL കാണുന്നതായിരിക്കും ഏറ്റവും വേർത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നാൽ ഈ സിനിമയുടെ ഒരു ഫുള്ളസ്റ്റ് ഒരു എന്താണ് സിനിമയുടെ ഔട്ട് എങ്ങനെയാണ് അവരെടുത്ത് വെച്ചാൽ അതുപോലെ ഫുള്ളസ്റ്റ് ആയിട്ട് നമുക്ക് സിനിമ കാണാൻ സാധിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗംഭീര പടം. ഫ്രം ദി ഡയറക്ടർ ഓഫ് മഞ്ഞുമൽ ബോയ്സ് ആൻഡ് ജാനേമൻ. ആ ഒരൊറ്റ കാരണം മതി നമുക്ക് ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണാൻ. കാരണം രണ്ട് സിനിമയും രണ്ട് എക്സ്ട്രീം സിനിമകളാണ് മുമ്പെടുത്ത ചിദംബരത്തിൻ്റെ ഡയറക്ഷനിൽ വന്നിരിക്കുന്ന സിനിമ. ആൻഡ് വാട്ട് എ ഡയറക്ഷൻ! എന്ത് സിനിമയാണ് നിങ്ങൾ എടുത്തു വെച്ചേക്കണേന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമയുടെ റൈറ്റർ നമ്മുടെ ജിത്തു മാധവനാണ്. ആവേശവും രോമാഞ്ചവും എടുത്തിരിക്കുന്നതാണ്. അതാണ് വേഴ്സ്റ്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് ആവേശം പോലത്തെ ഒരു ആക്ഷൻ സിനിമയും പ്ലസ് രോമാഞ്ചം പോലത്തെ ഒരു ഹൊറർ കോമഡി പടവും ആ ഒരു മീറ്ററിൽ നിന്ന് എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് ബാലൻ എന്ന സിനിമ. അതാണ് വേഴ്സ്റ്റാലിറ്റി. ഈവൻ ചിദംബരത്തിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. പുള്ളി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മഞ്ഞുമൽ പോലത്തെ സിനിമ ചെയ്താലും ചിലപ്പോൾ നമുക്ക് മടുത്തു പോയേക്കാം. പക്ഷേ ഇത്തവണ വേറൊരു സാധനമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ് പടം, ശരിക്കും ഒരു ക്ലാസ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. മേക്കിംഗ് ആണെങ്കിൽ പോലും അധികം ഗിമ്മിക്സ് ഒന്നും ഇല്ലാതെ എന്താണ് പറയേണ്ടത് അത് ടു ദ പോയിന്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന സിനിമ. പിന്നെ എടുത്ത് പറയേണ്ട സാധനം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഇതിനകത്തൊരു പോലീസ് സ്റ്റേഷൻ കാണിക്കേണ്ട. അധികം സ്പോയിലറിലോട്ട് കഥയിലോട്ട് പോയാൽ അത് സ്പോയിലറായി പോകുന്നതാണ്. അതുകൊണ്ട് സ്പോയിലേഴ്സിലോട്ട് ഞാൻ പോകണില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കേണ്ട. ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈം ലൈനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ചൈൽഡ് ആർട്ടിസ്റ്റ് അതിശേഷം എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ കണ്ടത്. 6 വയസ്സുള്ള ബാലൻ, ആ ചെറിയ കൊച്ചായിട്ട് നമ്മൾ ട്രെയിലറിൽ കണ്ട പയ്യൻ. പിന്നെ വേറൊരു പയ്യനുണ്ട്. ആ കൊച്ച് വലുതായി കൊച്ചിൻ്റെ കുറച്ചും കൂടി ഒരു 18 വയസ്സുള്ള ഒരു പയ്യനായിട്ട് കാണിച്ചിരിക്കുന്നത് സിനാൻ തന്നെ ഒരു പയ്യനാണ്. അടിപൊളിയായിട്ട് രണ്ടുപേരും. അതായത് കാസ്റ്റിംഗ്, ഗണപതിയുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിംഗ്. ഈ കാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടിയായിട്ട് അഭിനയിച്ച ആദിശേഷൻ എന്ന് പറഞ്ഞ ചൈൽഡ് ആർട്ടിസ്റ്റും പിന്നെ അമ്മയായിട്ട് അഭിനയിച്ച ഫർസാനും പാലത്തിനും രണ്ടുപേരും അമ്മയും മോനായിട്ട് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ അഭിനയിപ്പിച്ചെടുക്കാൻ തന്നെ പ്രത്യേക ഒരു കഴിവാണ്. ചിദംബരത്തിനാണ് അതിൻ്റെ എല്ലാ കൈയടിയും പോകുന്നത്. പിന്നെ സിനിമയിൽ ത്രൂ ഔട്ട് അമ്മയും മോൻ്റെ ഒരു ജേർണി, ആ ഒരു ഇമോഷൻ പിടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിദംബരം എപ്പോഴും ഇമോഷൻസ് വെച്ച് കൈകാര്യം ചെയ്ത് അത്തരം രീതിയിൽ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പുള്ളി ഒരു ഗംഭീര ആളാണ്. ഇവൻ രണ്ട് സിനിമ മുമ്പത്തെ രണ്ട് സിനിമ ജാനമനായാലും മഞ്ഞുമൽ ബോയ്സ് അല്ല, അതിൻ്റെ അകത്തൊരു കോർ ഇമോഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അമ്മയും മോൻ്റെ ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഗണപതിയുടെ ആ ഒരു കാസ്റ്റിംഗ് അതിശേഷൻ. ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ പേര് ആ ഒരു കൊച്ചു ബാലനായിട്ട് അഭിനയിച്ച അതിശേഷൻ തന്നെ കുട്ടിയും പിന്നെ വലിയ ബാലൻ, അതായത് 18 വയസ്സ് പ്രായമുള്ള ബാലൻ, 18 വയസ്സാന്ന് തോന്നുന്നു, 18 വയസ്സ് പ്രായമുള്ള സിനാൻ എന്ന ഒരു പയ്യൻ. അങ്ങനെ കാസ്റ്റിംഗിൽ ഉണ്ടാവുന്ന ചില സിമിലാരിറ്റീസ് കൊണ്ട് ഈ സിനിമ കാണുമ്പോൾ തന്നെ ഇതേ പയ്യൻ തന്നെയാണ് വലുതായി വന്നതെന്നുള്ളൊരു ഫീല് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നും. പിന്നെ എടുത്തു പറയേണ്ടത് ഷൈജു കാലത്തിന്റെ ഫ്രെയിംസ് ആണ്. ഓരോ ഫ്രെയിമിലും ഓരോ കഥ പറയേണ്ടതെന്ന് നമുക്ക് പറയാൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു അമ്മച്ചി ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത അമ്മച്ചിയാണ്. അടിപൊളിയായിട്ട് ആ ഒരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടുവേർഡ്സ് എൻ്റൊക്കെ ആകുമ്പോൾ സുഷിൻ ശരിക്കും വളരെ മൈൽഡായിട്ട് കൊടുക്കേണ്ടടുത്ത് മൈൽഡായിട്ടും പ്ലസ് ഭയങ്കര ഹൈ തരുന്നിട്ട് ഭയങ്കര ഹൈ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എടുത്ത് പറയുന്നത് ഭയങ്കര ബാലൻസ് ആയിട്ടുള്ള സൗണ്ടാണ്. ഇതിനകത്ത് ഇവർ താമസിക്കുന്ന ഒരു വീട് കാണിക്കുമ്പോൾ ആ വീടിൻ്റെ അകത്തുള്ള ചില ഇൻറ്റീരിയറിൻ്റെ ചില സൗണ്ട്, മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും വളരെ നന്നായിട്ട് തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് അത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ല സൗണ്ട് ഡിസൈൻ. പിന്നെ ടൊവിനോ തോമസ് ഞാൻ പറയുന്നില്ല ആ ക്യാരക്ടറിൻ്റെ പേരെന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, പോയി കണ്ടു നോക്കാം. ടൊവിനോടെ ഒരു ഈ സിനിമയുടെ ഒരു ഹാർട്ട് ആൻഡ് സോൾ എന്ന് വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് വിളിക്കാം. ഈ അമ്മ ക്യാരക്ടർ ഫർസാന പാലത്തിങ്കൽ ചെയ്ത അമ്മ ക്യാരക്ടർ പോലെ തന്നെയാണ് ഇതിൻ്റെ ടൊവിനോയുടെ ക്യാരക്ടർ എന്ന് പറയാം. ഒരു ഫ്രെയിം ഉണ്ട്, അധികം ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ഫ്രെയിം ഉണ്ട്. ടൊവിനോ ഇങ്ങനെ ഒരു ഈവനിങ് ലൈറ്റിൽ ഒരു ബോട്ടിൽ ഇങ്ങനെ വരുന്നൊരു ഫ്രെയിം. ആ ഒരു ഫ്രെയിമിൽ തന്നെ ഉണ്ട് ആ ഒരു സിനിമ. വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് അത്രയും ഡെപ്ത് ഉണ്ട് ഇൻ ദ സെൻസ് ആ ഒരു ക്യാരക്ടർ വെച്ച് വേറൊരു സിനിമ വരെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ലാൽ ജൂനിയർ, കറക്റ്റ് ലാൽ ചില സമയത്ത് ചില ഹെയർ സ്റ്റൈലും ഇതിൻ്റെ അകത്ത് ആളുടെ രണ്ട് ഫേസ് കാണിക്കുന്നുണ്ട്. ഒന്ന് യങ് ആയിട്ടുള്ളൊരു സമയം, പിന്നെ ഒരു കുറച്ച് പ്രായമായിട്ടുള്ളൊരു സമയം. സിനിമയുടെ ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ഒരു രണ്ട് കാലഘട്ടം കാണിക്കുമ്പോഴും ഓരോ കാലഘട്ടത്തിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ആർട്ട് ഡയറക്ഷൻ, ഒരു വീടിൻ്റെ ചേഞ്ച്,
ഓരോ കാലഘട്ടത്തിലുള്ള വീടുകളിലുള്ള ഒരു ലൈക്ക് ഒരു ആർക്കിടെക്ചർ ഫർണിച്ചർ അതിനുള്ള ചേഞ്ച് മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അജയൻ ചാലശ്ശേരിയാണ് ഇതിൻ്റെ മഞ്ഞുമൽ ബോയ്സിലെ അതേ ആർട്ട് ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ. അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോസ്തറ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ടൊവിനോയുടെ സീൻസിൽ കുറച്ച് പുള്ളിക്ക് ഒരു വയറൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് ടൊവിനോ തോമസ്. പിന്നെ ഒന്നും പറയാനില്ല, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും പ്ലസ് ഈ സിനിമയിലുള്ള ഒരു ക്യാരക്ടേഴ്സും ആ ഒരു അമ്മയുമായിട്ട് ജേണി അതുപോലെ ഒരു നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എൻ്റെ ഡയറക്റ്റഡ് ബൈ ചിദംബരം എന്ന് എഴുതി കാണിക്കുമ്പോൾ ആ ഒരു തിയേറ്ററിൽ വീണ ഒരു കയ്യടി ഉണ്ട് മാൻ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സാധനമാണ്. സിനിമ കൂടുതലും ഈ ഒരു അമ്മയും മകൻ്റെ ജേണിയാണ്. അപ്പോൾ ആ ജേണിക്കിടെ നടക്കുന്ന കുറച്ച് രസകരമായ ചില ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചില ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ടുവേർഡ്സ് എൻഡ് വരുന്നുണ്ട്. ആ എൻഡ് ശരിക്കും ഞാനിങ്ങനെ ഇരുന്നു ലാസ്റ്റ് ഒരു എൻഡ് ക്രെഡിറ്റ്സ് ഇങ്ങനെ റോൾ ചെയ്തപ്പോൾ അതുപോലത്തെ ഒരു പീക്ക് പടമായിട്ടാണ് എനിക്ക് ബാലൻ കണ്ടപ്പോൾ തോന്നിയത്. ഒരു ഇമോഷണൽ ഒരു റോളർ കോസ്റ്റർ എന്നൊക്കെ പറയുക സിനിമയാണ്. ഈ സിനിമയൊക്കെ ശരിക്കും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഏതായാലും ഡയറക്റ്റ് ചെയ്ത മൂന്ന് സിനിമയും വ്യത്യസ്തമായിട്ടും ആ ജോണറിനോടും നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയാണ് ചിദംബരത്തിൻ്റെ ഈ ഒരു ബാലൻ എന്ന സിനിമ. അപ്പോൾ ബാലൻ കാണാൻ പോകുന്നവർക്ക് വേണ്ടി ഈ സിനിമ ഫ്ലാറ്റ് റേഷ്യോ ഉണ്ട്. അതുകൊണ്ട് PXL പോലത്തെ സിനിമ തിയേറ്റേഴ്സ് ചൂസ് ചെയ്യുക. ഇതാണ് ബാലനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ സർപ്രൈസിംഗ്ലി തിയേറ്ററിൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഓഡിസിയും കാണിച്ചിരുന്നു. അതും ആ ഒരു ഫുൾ റേഷ്യോയിൽ 1.85:1 റേഷ്യോ. പക്ഷേ IMAX റേഷ്യോ അല്ല കേട്ടോ. IMAX റേഷ്യോ 1.43:1 ക്രിസ്റ്റഫർ നോളൻ എടുക്കണമെങ്കിൽ പോലും സ്റ്റിൽ അത്യാവശ്യം ഒരു സിനിമയുടെ ഒരു പിക്ചർ നമുക്ക് ഈ 1.85:1 കാണാൻ സാധിക്കും. അല്ലാതെ സ്റ്റാൻഡേർഡ് സ്ക്രീൻസിൽ കുറച്ചും കൂടി ക്രോപ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഒറിജിനൽ ട്രൂ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എൻജോയ് 1.43:1. നമ്മൾ ഓഡിയൻസിയെ കുറിച്ചല്ല പറഞ്ഞത്, ബാലനെ കുറിച്ചാണ് ജസ്റ്റ് സൈഡിൽ കൂടി പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാലൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വാച്ച് പടമാണ്. പിന്നെ വേറൊരു കാര്യം ഈ സിനിമ മറ്റേ അവാർഡ് പടമാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, പടം ഇറങ്ങിയിട്ട് ഭയങ്കര ലാഗാന്ന് പറഞ്ഞ ആൾക്കാർ, നിങ്ങൾക്ക് പറ്റിയ സിനിമയല്ല ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ ബൈ.